ആനന്ദാശ്രുക്കൾ. രചന സജിന VP. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. വീട്ടുജോലിക്ക് വരുന്ന സൈനത്താത്ത ലീവായിരുന്നതിനാൽ ഉച്ചഭക്ഷണം കഴിഞ്ഞ പാത്രങ്ങൾ കഴുകി വെക്കുന്ന തിരക്കിലായിരുന്നു ഞാൻ. കല്യാണത്തിന് ഇനി 3 ആഴ്ചയല്ലേ ഉള്ളൂ. ഉച്ചയ്ക്ക് ശേഷം പർച്ചേസിങ്ങിന് ഇറങ്ങാമെന്ന് ഇക്ക പറഞ്ഞിരുന്നു. മനസ്സ് കാർമേഘങ്ങൾ പെയ്തൊഴിഞ്ഞ മാനം പോലെയായിരുന്നു. ഉള്ളം സന്തോഷത്തിൽ തുടികൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. തൻ്റെ മാത്രമല്ല, വീട്ടിലെല്ലാവരുടെയും അവസ്ഥ ഇതുതന്നെയായിരുന്നു. ഉമ്മയുടെ സന്തോഷവും ആവേശവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. ആഷിയുടെ ഓരോ കല്യാണക്കാരിയും മുടങ്ങിപ്പോകുമ്പോൾ ഉമ്മ വേവലാതിയോടെ പറയാറുണ്ട്, എൻ്റെ കുട്ടീൻ്റെ നിക്കാഹ് കാണാനല്ലേ യോഗം, നിക്കുണ്ടാവില്ലേ റബ്ബേ എന്ന്. അതുകൊണ്ട് തന്നെ ഈ നിക്കാഹ് ഉറച്ച മുതൽ ഉമ്മ ആ ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ആഷിയുടെ നിക്കാഹ് എന്നത് തങ്ങളുടെ എത്ര നാളത്തെ കാത്തിരിപ്പാണ്. ഓരോന്നും ഓർത്തുകൊണ്ട് കഴുകിയ പാത്രങ്ങൾ അടുക്കി വെക്കുമ്പോഴാണ് അകത്തുനിന്ന് ഉമ്മയുടെ ഉച്ചത്തിലുള്ള സംസാരം കേട്ടത്. എന്തെങ്കിലും ദേഷ്യം വന്നാലേ ഉമ്മയുടെ സ്വരം ഉയരാറുള്ളൂ. ഇതിപ്പോൾ എന്തു പറ്റി? ആദ്യം എന്തെങ്കിലും പണിയൊപ്പിച്ചോ? ആദിയോടകത്തേക്ക് ഓടിക്കയറിയപ്പോൾ ഹാളിലെ സോഫയിൽ നിന്ന് ടിവിയിൽ കാർട്ടൂൺ കണ്ട് പൊട്ടിച്ചിരിക്കുന്ന ആത്തിയാണ് കണ്ടത്. ആശ്വാസത്തോടെ നെഞ്ചിൽ കൈകൾ വെക്കുമ്പോൾ വീണ്ടും ഉമ്മയുടെ ശബ്ദം കേട്ടതിൽ നിന്നും അത് വിസിറ്റിംഗ് റൂമിൽ നിന്നാണെന്ന് മനസ്സിലായി. അവിടെ എത്തിയപ്പോൾ കണ്ടത് തലക്ക് പിന്നിലേക്ക് കൈകൾ പിണച്ചു വെച്ച് കണ്ണുകളടച്ച് സെറ്റിൽ ചാരിക്കിടക്കുന്ന ഇക്കയും തൊട്ടടുത്ത് ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന ഉമ്മയുമാണ്. കാര്യമറിയാതെ ഞാൻ രണ്ടുപേരെയും മാറി മാറി നോക്കി. എൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയെന്നോണം ഉമ്മ എന്നോടായി പറഞ്ഞു, അറിഞ്ഞോ ഈ നിക്കാഹ് നടക്കൂലെന്നോ? ആദ്യയോടെ ഞാൻ ഉമ്മയോട് ചോദിച്ചു. അതെ, നടക്കൂല. പെണ്ണ് സമ്മതിക്കാണ്ട് കെട്ടി നടക്കുവോ? എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമായി ഉമ്മ ചോദിച്ച് മറുചോദ്യമായിരുന്നു, അതിനാ കുട്ടിക്ക് സമ്മതാണെന്നല്ലേ പറഞ്ഞ്? അന്താളിപ്പോടെയാണ് ഞാൻ ചോദിച്ചത്. അതെ, ഇന്നലെ വരെ അങ്ങനെയായിരുന്നു. എന്നാൽ ഇന്നലെ ആദ്യം കണ്ടപ്പോൾ അതിനോട് ആർക്കും എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു. ഇപ്പം ആ കുട്ടി അമ്പിനെ വില്ലിനെ അടുക്കുന്നില്ല എന്ന് മോസ എന്നെ വിളിച്ച് പറഞ്ഞ്. ആലിമിനെ വിളിച്ചിട്ട് കിട്ടാനായിട്ട് ഓൻ എന്നെ വിളിച്ച്. സൗമ്യമായി അത്രയും പറഞ്ഞ ഉമ്മയുടെ സ്വരം പെട്ടെന്ന് കടുത്തു. ഞങ്ങളോടൊക്കെ എത്ര പറഞ്ഞതാ, പെണ്ണാണലിൽ നിന്ന് നിങ്ങളൊക്കെ പോയാൽ മതി, ആത്തിനോട് കാര്യം പറയണ്ട. കേട്ടോ നിങ്ങൾ ആരെങ്കിലും? ആശിക്കല്ലേനോ ആത്തീനെ കൊണ്ടുപോകണം നിർബന്ധം. ഇപ്പം എന്തായി, അനുഭവിച്ചോ? അത്രയും പറഞ്ഞ് അരിശത്തോടും അകത്തേക്ക് നടന്നു. മനസ്സിലെ നീറ്റൽ കണ്ണുകളിലൂടെ ഒഴുകി തുടങ്ങിയിരുന്നു. നീറിപ്പുകയുന്ന വേദനയോടെ ഞാൻ ഇക്കയുടെ അരിയിലായിരുന്നു. റബ്ബേ, ഇത്രയൊക്കെ മോഹിപ്പിച്ചിട്ട്. ഉള്ളം വിങ്ങിപ്പൊട്ടുകയായിരുന്നു. 25 വയസ്സ് മുതൽ കല്യാണാലോചിക്കാൻ തുടങ്ങിയതായിരുന്നു ആഷിക്ക്. ഇപ്പോൾ വയസ്സ് 28 കഴിഞ്ഞ്. ഒരു നെടുവീർപ്പോടെ ഓർത്തു. പ്രായത്തിനനുസരിച്ച് ബുദ്ധി വളരാത്ത മൂത്ത സഹോദരനുണ്ടെന്നത്. കുടുംബ മഹിമയുള്ളവനായിട്ടും MBA-കാരനായിട്ടും 2-3 ബിസിനസ് സ്ഥാപനങ്ങളുടെ ഉടമയായിരുന്നിട്ടും സർവോപരി സുമുഖനും സൽസ്വഭാവിയായിരുന്നിട്ടും ആഷിയുടെ തുലാസിൻ്റെ തട്ട് താഴ്ത്തി തന്നെ ഇട്ടു. ഒടുവിൽ കഴിഞ്ഞ ആഴ്ച ഉമ്മയെ കാണാൻ വന്ന ഉമ്മയുടെ ഒരു അകന്ന ബന്ധുവായ മൂസാക്ക കൊണ്ടുവന്നതാണ് ഈ ആലോചന. മൂപ്പരുടെ ഒരു കൂട്ടുകാരൻ്റെ മോളാണ്. തടി സ്വല്പം കൂടുതലാണെങ്കിലും കുട്ടി സുന്ദരിയായിരുന്നു. പെണ്ണ് കാണൽ ചടങ്ങ് കഴിഞ്ഞ് വരുമ്പോൾ പെണ്ണിന് തടി കൂടുതലാണ്. വീട് ഞങ്ങളുടെ വീടിൻ്റെ പകുതിയേ ഉള്ളൂ. അങ്ങനെ ബന്ധുക്കളുടെ വിലയിരുത്തലുകൾ പലതായിരുന്നു. പക്ഷേ ഞങ്ങൾക്കതൊന്നും ഒരു കുറവല്ലായിരുന്നു. ആത്തിയുടെ കാര്യം അറിഞ്ഞിട്ടും ഒരു എതിർപ്പുമില്ലാതെ ആ വീട്ടുകാർ ഈ കല്യാണത്തിന് സമ്മതം അറിയിച്ചതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. ആ കുട്ടിയുടെ ഉപ്പാക്ക് അടുത്ത മാസം ആദ്യത്തിൽ ഗൾഫിലേക്ക് തിരികെ പോകണമെന്നുള്ളതുകൊണ്ട് ഈ മാസം അവസാനം തന്നെ കല്യാണം നടത്താൻ തീരുമാനിച്ചു. എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയല്ലോ റബ്ബേ. നെടുവീർപ്പോടെ ഓരോന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ഇക്ക പറഞ്ഞത്, ഞാൻ കിരണിനെ അൻസിനെ വിളിച്ച് വിവരം പറയട്ടെ. ആഷിയോട് അവർ പറയുന്നതാണ് നല്ലത്. ഞാൻ പതിയെ തലയാട്ടിയപ്പോൾ ഇക്ക ഫോൺ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഗാർഡനിലേക്കാണെന്ന് മനസ്സിലായി. കിരണും മനസ്സും ആഷിയുടെ ഉറ്റച്ചങ്ങാതിമാരാണ്. ഇക്കയുടെ കൂട്ടുകാരൻ രാജേഷ് ഏട്ടൻ്റെ മകനായ കിരണുമായി കുഞ്ഞിലെയുള്ള കൂട്ടാണ് ആഷിക്ക്. പോരാത്തതിന് 10ാം ക്ലാസ് വരെ ഒരേ ക്ലാസ്സിലാണ് പഠിച്ചതും. +1 പഠിക്കുമ്പോൾ അവർക്ക് കിട്ടിയ പുതിയ കൂട്ടായിരുന്നു അനസ്. ടൗണിൽ വർക്ക്ഷോപ്പ് നടത്തിയിരുന്ന അനസിൻ്റെ ഉപ്പ അവൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അകാരണമായി പെട്ടെന്ന് മരണപ്പെട്ടത്. തുടർന്നുള്ള അവനെയും കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാൻ ഇക്ക തയ്യാറായിരുന്നെങ്കിലും സ്നേഹപൂർവ്വം അവനതെല്ലാം നിരസിച്ചു. പഠനം നിർത്തി അവൻ ഉപ്പയുടെ വർക്ക്ഷോപ്പ് ഏറ്റെടുത്ത് നടത്തി വരികയാണ്. ഇന്നിപ്പോൾ അത് ടൗണിലെ തന്നെ അറിയപ്പെടുന്ന സ്ഥാപനമാണ്. ഉപ്പയുടെ അഭാവം അറിയിക്കാതെ ഉമ്മയെയും പെങ്ങളെയും പൊന്നുപോലെ നോക്കുന്ന ആ ചെറുപ്പക്കാരനോട് എല്ലാവർക്കും വല്ലാത്തൊരു ബഹുമാനമാണ്. എന്ന ആത്തിയുടെ നിലവിളിയാണ് വീണ്ടും ചിന്തയിലാണ്ട് പോയെന്നെ ഉണർത്തിയത്. ഹാളിലേക്ക് ഓടിയെത്തിയപ്പോൾ കണ്ടത് ആഷിയെ വട്ടം പിടിച്ച് കണ്ണുകൾ ഇറുകിയടച്ചുകൊണ്ട് നിലവിളിക്കുന്ന ആത്തിയെയാണ്. ഇടത് കൈകൊണ്ട് ആത്തിയെ ചേർത്ത് പിടിച്ച ആഷി വലത് കൈകൊണ്ട് ഉമ്മയുടെ 2 കൈകളും കൂടി ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എന്നെ വിട് ആഷി, ഞാൻ ഈ TV ഓഫാക്കിയാനാ ഓൻ എന്നെ പിടിച്ചു തള്ളിയേ. പടച്ചോന്റെ കൃപ ഉണ്ടാ ഒന്നും പറ്റാഞ്ഞത്. കലി തുള്ളിക്കൊണ്ടാണ് ഉമ്മ പറയുന്നത്. ആഷി കൈവിട്ടപ്പോൾ വീണ്ടും ആത്തി അടിക്കാൻ ആഞ്ഞ ഉമ്മയെ ആഷി തടഞ്ഞു.
പുഞ്ഞാരിച്ച് തലി കയറ്റിക്കോ, കിട്ടിയൊന്നും പോരല്ലോ എനിക്ക്. അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ ഉമ്മ മുറിയിലേക്ക് നടന്നു. ഉമ്മക്ക് സങ്കടം വന്നാൽ അത് ദേഷ്യമായിട്ടാണ് പുറത്ത് കാണിക്കാറ്. ഉമ്മയുടെ മനസ്സ് എത്രത്തോളം നീറുന്നുണ്ടെന്ന് ആ കണ്ണുകളിൽ പടർന്ന നനവിൽ നിന്ന് മനസ്സിലാവും. നിസ്സഹായായി നിൽക്കുന്ന എന്നെ നോക്കി പുഞ്ചിരിയോടൊന്ന് കണ്ണടച്ച് കാണിച്ചുകൊണ്ട് ആത്തിയെയും കൂട്ടി ആശി മുകളിലേക്ക് നടക്കുന്നു. നിറഞ്ഞ കണ്ണുകളോടെ ഞാൻ നോക്കി നിന്നു. ആത്തി ആരെങ്കിലും എന്തെങ്കിലും പറയുന്നോ ചെയ്യുന്നോ കുഞ്ഞിനെ മുതൽ അവന് ഇഷ്ടമല്ല. അത്രയ്ക്ക് സ്നേഹമായിരുന്നു ആഷിക്ക് അവനോട്. എത്ര തിരക്കുണ്ടെങ്കിലും ആഴ്ചയിലൊരിക്കൽ അവനും കിരണും അനസും ആത്തിയെ പാർക്കിലും ബീച്ചിലുമെല്ലാം കൊണ്ടുപോകും. ആത്തിയുടെ പ്രിയപ്പെട്ട ഇടങ്ങളായിരുന്നു അതെല്ലാം. ആത്തിയോടുള്ള കിരണിൻ്റെയും അനസിൻ്റെയും പെരുമാറ്റം കൊണ്ട് തന്നെ ആഷിയോടെന്ന പോലെ ആത്തിക്ക് പ്രിയപ്പെട്ടവരായിരുന്നു അവർ രണ്ടുപേരും. ഓരോന്നോർത്ത് എപ്പോഴാണ് ഉറങ്ങിപ്പോയതെന്ന് ഓർമ്മയില്ല. ഇക്ക വന്ന് വിളിച്ചപ്പോഴാണ് ഞെട്ടിയുണർന്നത്. നീ അനസിൻ്റെ മകൾ അടുത്തെങ്ങാനും കണ്ടിട്ടുണ്ടോ? നിറഞ്ഞ ചിരിയോടെയുള്ള ഇക്കയുടെ ചോദ്യം കേട്ടപ്പോഴേ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു നുണക്കുഴി കവിളുകളുള്ള വെളുത്തു മെലിഞ്ഞ സുന്ദരി കുട്ടിയുടെ രൂപം. ആശ്ചര്യത്തോടെ നോക്കുന്ന എന്നോട് ഇക്ക പറഞ്ഞു. നമ്മുടെ ആഷിക്ക് ചേരുമെന്നറിയാനാ? ഞാൻ കുറച്ചു മുമ്പ് കണ്ടിട്ടുണ്ട്. ഒരു സുന്ദരി കുട്ടിയാ, നഴ്സിങ്ങിനാ പഠിക്കുന്നതെന്ന് അനസ് പറഞ്ഞിട്ടുണ്ട്. വർദ്ധിച്ചു വന്ന സന്തോഷത്തോടെ അത്രയും പറയുമ്പോഴും എൻ്റെ മനസ്സിൽ പലവിധ ചിന്തകളായിരുന്നു. അനസ് ഇതിന് സമ്മതിക്കുമോ? അവൻ്റെ ഉമ്മാക്കും പെങ്ങൾക്കും സമ്മതമാകുമോ? അങ്ങനെ പലതും. സുലു, നീ എന്താടി ആലോചിച്ചിരിക്കുന്നത്? എടി, അനസാണ് കിരണിനെ വിളിച്ച് ഇക്കാര്യം പറഞ്ഞത്. അവർക്ക് സമ്മത. ഓൻ്റെ സ്വഭാവം എനിക്ക് അറിയൂലേ. ഓന് നേരിട്ട് പറയാൻ മടിയായതുകൊണ്ട് കിരണിനെ ഏൽപ്പിച്ചിരിക്കുക ആഷിയുടെ നമ്മുടെ അഭിപ്രായം ചോദിക്കാൻ. ഒറ്റ ഡിമാൻഡേ ഓനുള്ളൂ, ആ കുട്ടിയുടെ കോഴ്സ് കഴിയാൻ 6 മാസം കൂടിയുണ്ട്. ആ കുട്ടി അത്രയും ആഗ്രഹിച്ചെടുത്ത കോഴ്സ് ആയതുകൊണ്ട് അത് പൂർത്തിയാക്കാനുള്ള സാവകാശം വേണം. അത്രയേ ഉള്ളൂ. ആഷിക്ക് സമ്മതമെന്നാ കിരൺ പറഞ്ഞേ. ഇനി നമ്മളാ അഭിപ്രായം പറയണ്ട. എന്നാ നിന്റെ അഭിപ്രായം? ഇക്ക ചോദിച്ചു നിർത്തിയതും നാഥനെ സ്തുതിച്ചുകൊണ്ട് ഇക്കയെ കെട്ടിപ്പിടിക്കുമ്പോൾ താൻ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. അതിലുണ്ടായിരുന്നു എൻ്റെ സമ്മതം മുഴുവനും. ഇക്ക എന്നെ ചേർത്ത് പിടിച്ച് ബെഡിലേക്ക് ഇരുന്നു. എത്ര നേരമാണ് ഇരിപ്പിരുന്നതെന്ന് അറിയില്ല. ഒടുവിൽ ഇക്ക ചോദിച്ചു, ഉമ്മാനോട് വിവരം പറയണ്ടേ? ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഉടനെ തന്നെ ഇക്ക പറഞ്ഞു, ഉമ്മ ഇപ്പോൾ ഉറക്കല്ലേ, എണീറ്റിട്ട് പറയാം. ഞാനത് ശരിവെച്ചു. അല്ല, എവിടെ പോയി ഇക്കാക്കിയാനീനും? തമാശ രൂപത്തിൽ ഇക്ക ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് മുകളിലുണ്ടെന്ന് ഞാൻ കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. എങ്കി വാ എന്ന് പറഞ്ഞ് ഇക്ക എന്നെ ചേർത്ത് പിടിച്ച് മുകളിലേക്ക് നടക്കാൻ തുടങ്ങി. ചാരിയിട്ടിരുന്ന ആഷിയുടെ മുറിയുടെ വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച ഞങ്ങൾ രണ്ടുപേരുടെയും ഉള്ളം ഒരുപോലെ കുളിരണിയിപ്പിക്കുന്നതായിരുന്നു. രണ്ടുപേരും നല്ല ഉറക്കമാണ്. ആഷിയുടെ ഇടത് കൈയിൽ മൊബൈലുണ്ട്. വലത് കൈ കൊണ്ട് തന്നെ ചേർന്ന് കിടക്കുന്ന ആത്തിയെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ശബ്ദമുണ്ടാക്കാതെ ആഷിയുടെ കയ്യിലെ മൊബൈൽ എടുത്ത് ഇക്ക ഡ്രസ്സിംഗ് ടേബിളിലേക്ക് മാറ്റിവെച്ചു. ശേഷം വാതിൽ ചാരി നിറപുഞ്ചിരിയോടെ എന്നെ ചേർത്ത് പിടിക്കുമ്പോൾ ആ കണ്ണുകളിലെ നീർത്തിളക്കം ഞാൻ കണ്ടിരുന്നു. തിരികെ നടക്കുമ്പോൾ എൻ്റെ കണ്ണുകളിലും ഉണ്ടായിരുന്നു അതേ നീർത്തിളക്കം. ഇക്കയുടെ കണ്ണുകളിലുണ്ടായിരുന്ന അതേ ആനന്ദാശ്രുക്കൾ.